അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എല്ലാവരും നിലവിൽ നാളത്തെ ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പലപ്പോഴും പലരും പരസ്പരം വാഗ്വാദങ്ങളിലൂടെ ആയിരുന്നാലും തമാശയിലൂടെ ആയിരുന്നാലും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം ആര് വീഴും ആര് വാഴും എന്ന വിഷയമാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഉണർത്താനുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ഷന് മുമ്പും പരസ്പരം ഐക്യത്തോടു കൂടി കഴിഞ്ഞുകൂടിയിരുന്ന ആൾക്കാരാണ്. അതേ ഐക്യം തന്നെ ഇലക്ഷന് ശേഷം, ഈ റിസൾട്ടിന് ശേഷവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക, വലാ തഫറഖു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഛിന്ന ഭിന്നമായിട്ട് മാറരുത് എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ കൂടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ്, അതിലവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക അത് ഒരു സംഘത്തിൻ്റെ മേലെയായിരിക്കും, അല്ലാതെ സംഘത്തിൽ നിന്ന് വിട്ടു പോകുന്ന ആളുകൾക്കായിരിക്കില്ല അള്ളാഹുവിൻ്റെ ഭാഗത്തുമുള്ള സഹായമെന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജയിക്കുന്ന പാർട്ടിക്കാരായിരുന്നാലും തോൽക്കുന്ന പാർട്ടിക്കാരായിരുന്നാലും എങ്ങനെയാണെങ്കിലും ഈ ഇലക്ഷന് മുമ്പേ ഉണ്ടായിരുന്ന അതേ സൗഹാർദ്ദത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോകണമെന്ന് പ്രത്യേകമായിട്ട് വസിയത്ത് ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയാനുള്ളത്, ജയിച്ച പാർട്ടിക്കാർ യാതൊരു കാരണവശാലും തോൽക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിക്കാരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല എന്നും പ്രത്യേകം ഉണർത്തുകയാണ്. വളരെ താഴ്മയോടുകൂടി തന്നെ വേണം ഓരോ വിജയങ്ങളും നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും മക്കം ഫതഹിൻ്റെ ദിവസം, അതായത് മക്ക വിജയ ദിവസത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും മക്കയിലേക്ക് കടന്നു കയറി വന്നത് വളരെയധികം താഴ്മയോടുകൂടിയായിരുന്നു. അള്ളാഹുവിൻ്റെ തക്ബീർ പറഞ്ഞുകൊണ്ടും വളരെയധികം താഴ്മയോടുകൂടിയായിരുന്നു അവരൊക്കെയും മക്കയിലേക്ക് കയറി വന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള റൂൾസ് പാലിച്ചാൽ മാത്രമേ അവൻ യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഘോഷങ്ങളൊക്കെയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണമെന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഉണർത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ പരസ്പരം മുമ്പേ ഉണ്ടായിരുന്ന അതേ ഐക്യം തന്നെ ശേഷവും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, ജയിച്ച പാർട്ടിക്കാർ ആരാണെങ്കിലും തോറ്റ പാർട്ടിക്കാരെ യാതൊരു വിധത്തിലുമുള്ള പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതേപോലെ തന്നെയാണ് തോറ്റ പാർട്ടിക്കാരും ചെയ്യാറുള്ള പല പോക്രിത്തരങ്ങളൊക്കെ ഉണ്ട്. അതും ചെയ്യാൻ പാടില്ല എന്നും പ്രത്യേകം ഉണർത്തുകയാണ്. കാരണം നമ്മൾ ജയിച്ചില്ല, അവരങ്ങനെ ആഘോഷിക്കേണ്ട, അല്ലെങ്കിൽ അവരെങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ ചില പാർട്ടിക്കാരൊക്കെ നടത്താറുണ്ട്. അത് യാതൊരു കാരണവശാലും നമ്മുടെ നാടുകളിൽ ഉണ്ടാവരുത് എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.